നേരെ പോകുന്നത് മലപ്പുറത്തേക്കാണ്. ഗോകുലുണ്ട് അവിടെ. ഗോകുൽ, മലപ്പുറത്തിന്റെ വിശേഷങ്ങളൊന്നും എടുത്തു പറയേണ്ടതില്ല. അതായത് കേരളത്തിന്റെ ഒരു ഫുട്ബോൾ മെക്ക എന്നൊക്കെ നമ്മൾ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന മലപ്പുറം ഈ കൊച്ചിയെയും അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് തന്നെ കടത്തിവെട്ടുന്ന ആഘോഷം, ആവേശം തന്നില്ലെങ്കിൽ മാത്രമാണ് നമുക്കൊരു നിരാശയുണ്ടാവാൻ പോകുന്നത്. അത് ആവേശത്തിന് ഒട്ടും കുറവില്ല. കഴിഞ്ഞ ഒരു മാസക്കാലമായി രാപ്പകലില്ലാതെ എല്ലാ രാത്രിയെ പകൽ പോലെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് മലപ്പുറത്തെ ഫുട്ബോൾ ആരാധകർ. ഇവിടെ നമ്മൾ ചെറുമുക്കിലാണുള്ളത്, പ്രവാസി നഗറിൽ. അവരവിടെ ഒരു ഭാഗത്ത് ഫുട്ബോൾ കളിക്കുന്നു, മറുഭാഗത്ത് ഫുട്ബോളിന്റെ ഇന്നത്തെ കപ്പാരടിക്കുമെന്നതിനെ സംബന്ധിച്ച് ചർച്ചകളൊക്കെ ആയിട്ട് വളരെ ആവേശത്തിലാണ് ഇവിടെ എന്തായാലും ഉള്ളത്. നമുക്ക് ജേഴ്സികൾ കാണുമ്പോൾ അറിയാം കൂടുതൽ അർജന്റീന ആരാധകരാണ് ഇവിടെ ഉള്ളത്. എന്തായിരിക്കും ഇന്നത്തെ കളി? ഏത് രീതിയിലായിരിക്കും ഇന്നത്തെ മത്സരം? അർജന്റീന കപ്പടിച്ചിരിക്കും, യാതൊരു സംശയമില്ല. കപ്പ് കണ്ടു കൂടിയ ആൾക്കാരല്ല ഞങ്ങൾ കൂടിയതിനു ശേഷം കപ്പടിച്ച ടീമാണ്. അപ്പോൾ ഇന്ന് മെസ്സിയുടെ ഒരു യാത്രയപ്പ് കൂടിയാണ് ഇന്നത്തെ ഫൈനൽ മത്സരം. തുടർച്ചയായി രണ്ട് ലോകകപ്പിൽ ഫൈനലിൽ എത്തിയിരിക്കുകയാണ് മെസ്സിയും കൂട്ടരും. അപ്പോൾ ഇന്നത്തെ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച കളിക്കാരനായിട്ട് മെസ്സിയെ തിരഞ്ഞെടുക്കപ്പെടും. അർജന്റീന കപ്പടിക്കും, 100% ഉറപ്പ്. ഇപ്പൊ എന്താ വെച്ചാൽ സ്പെയിനോട് കളിക്കുന്ന സമയത്ത് സ്പെയിൻ ഒരു ഗോൾ മാത്രമേ വഴങ്ങിയിട്ടുള്ളൂ എന്നുള്ളൊരു വിഷയമുണ്ട്. ഞങ്ങൾക്ക് ഡിഫൻഡിൽ ഇപ്പോൾ ചെറിയ പോരായ്മകളുണ്ട്. അത് ഒഴിച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ മത്സരത്തിൽ അറ്റാക്കിങ് പൂർണ്ണമായിട്ട് ഫോമിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നതാണ്. മാർട്ടിനസ്, അൽവാരസ്, അതുപോലെ മെസ്സി, അങ്ങനെ ഫോർവേഡായിട്ടുള്ള എല്ലാ കളിക്കാരും ഗോൾ അടിച്ചിരിക്കുന്ന ടൂർണമെന്റിൽ ഒരുപക്ഷെ 7 അല്ലെങ്കിൽ 8 കളിക്കാരോളം അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് വല കുലുക്കിയിട്ടുണ്ട്. ഈ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച ടീം അർജന്റീന. ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച ടീം അർജന്റീനയാണ്. എംബാപ്പെ ഇപ്പൊ 10 ഗോളും ഒക്കെ ആയിട്ട് ഗോൾഡൻ ബൂട്ടിന് മുമ്പിൽ നിൽക്കുകയാണ്. സ്കോർ ചെയ്യാണ്. ഏത് രീതിയിലായിരിക്കും അത് മറികടക്കുക? ഒരുപക്ഷെ 2 ഗോൾ അടിച്ചിട്ട് മെസ്സി അതിനോട് തുല്യത പാലിക്കാൻ സാധ്യതയുണ്ട്. മറികടക്കാൻ ഒരു പ്രയാസമാണ്. നമുക്കിതിപ്പോ അർജന്റീനക്കാർ വേറെ ആരെങ്കിലും ഉണ്ടോ? സ്പെയിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? സ്പെയിനാണ്, അർജന്റീനയാണ് അല്ലേ? ഇവനും അർജന്റീനയാണ്, നമ്മളെ വെറുതെ പറ്റിച്ചാണ്. കളി എങ്ങനെയായിരിക്കും? കളി ഇതുവരെ കളിച്ചില് പിന്നെ അർജന്റീനക്ക് മുട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ടീമുകളെല്ലാം ഉണ്ടായിട്ടുള്ളത്. അവരേതായാലും ഫൈനലിൽ എത്തിയിട്ടുണ്ട്. സന്തോഷം, പ്രശ്നമൊന്നുമില്ല. നമ്മൾ പ്രതീക്ഷിച്ചില്ല അർജന്റീന ഫൈനൽ എത്തുന്നല്ലേ? അല്ല, അതങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ബ്രസീൽ 2022-ലും 2026-ലും മോശം പ്രകടനമായിട്ട് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഗോൾഡൻ ബൂട്ട് ഫ്രാൻസിന് എംബാപ്പെ എന്തായാലും ഫ്രാൻസ് ഇതെടുക്കുമല്ലോ, പ്രശ്നമില്ല. നമുക്കൊരു വിരോധമില്ല. സ്റ്റാർ 5 ഉണ്ടല്ലോ. ഈ 5 മറ്റുള്ള രാഷ്ട്രങ്ങളൊന്നുമില്ല. നിങ്ങളെവിടെ സ്പെയിനെ വിലയിരുത്ത്? സ്പെയിനെ വരത്താൻ സ്പെയിന് കപ്പടിക്കും എന്നും പറയാൻ വയ്യ, അർജന്റീന കപ്പടിക്കും എന്ന് പറയാൻ വയ്യ. കാരണം രണ്ടും പറയാൻ വയ്യ. ബ്രസീലുകാര് കാലങ്ങളായിട്ട് പറയുന്നു ഞങ്ങളുടെ അടുത്ത് 5 ഉണ്ട്. ഇപ്പൊ അവര് 5 സ്റ്റാറും ഇനി അടുത്ത 4 വർഷത്തേക്ക് 6ാമത്തെ സ്റ്റാർ ആകാൻ പോകുന്ന എല്ലാവർക്കും ഉറപ്പാണ്. ഇപ്പൊ അർജന്റീനയുടെ 3 സ്റ്റാർ, ഇത് 4ലേക്ക് എത്താൻ വലിയ താമസമില്ല. ഇന്നത്തെ അർദ്ധരാത്രിയോട് കൂടി ഇത് 4 സ്റ്റാറിലേക്ക് എത്തും. അത് തുടർച്ചയായിട്ട് 2 വേൾഡ് കപ്പ് അടിച്ച രാജ്യങ്ങളെ, ഒന്ന് ഇറ്റലി ഒന്ന് ബ്രസീലാണ്. നിങ്ങൾ ആ നിരയിലേക്ക് എത്തുന്നതാണ്. തീർച്ചയായിട്ടും എത്തും. അതിന്റെ മുന്നോടിയായിട്ടാണല്ലോ ഇപ്പോൾ ഇവിടെ കുട്ടി ആഘോഷിച്ച നമ്മുടെ ബ്രസീലുകാർ. അവര് ബ്രസീൽ തോറ്റത് മുതൽ അർജന്റീനയുടെ എതിരായിട്ട് ഏതൊക്കെ ടീം വരുന്ന അവരൊപ്പം കൂടിയാണ്. ഇപ്പൊ ഈജിപ്തുകാരൊപ്പം കൂടി അവര് തോറ്റു, ഇവരൊപ്പം കൂടി ഇംഗ്ലണ്ടുകാരൊപ്പം കൂടി അവര് തോറ്റു. നിങ്ങളുടെ ടീം ഒരു പ്രഷർ നൽകുന്നുണ്ട്, അവസാന നിമിഷത്തിലൊക്കെ കൊണ്ട് എത്തിച്ച് ജയിക്കുന്ന ഒരു, അത് ആദ്യം തൊട്ടേ അടിച്ച് തകർക്കണം എന്ന ആഗ്രഹമില്ല? ഒരിക്കലും ഇല്ല. ഇപ്പോ നിങ്ങൾ കഴിഞ്ഞ മത്സരങ്ങൾ കണ്ടാലറിയാം, അവസാനത്തെ 10 മിനിറ്റിലാണ് നമ്മുടെ തിരിച്ചുവരവ് വന്നിട്ടുള്ളത്. അവസാനത്തെ 10 മിനിറ്റിലാണ് നമ്മുടെ തിരിച്ചുവരവ്. അപ്പോൾ കളി കഴിയുന്നത് വരെ ശാന്തിയോടുകൂടി സമാധാനത്തോടു കൂടി കളി കാണാൻ ശ്രമിക്കുക. സ്പെയിന് ഒന്നിട്ടാൽ അത് സ്പെയിനിന്റെ വിജയത്തിലേക്കുള്ള ഗോളാണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അവസാനത്തെ നിമിഷം പോലും ഞങ്ങൾ അത് തിരിച്ചടിക്കുക ചെയ്യും. അത് ഞങ്ങൾ ഇവിടെ തെളിയിച്ചതുമാണ്. നാട്ടിലേക്ക് അടിക്കുന്ന നിർബന്ധമാണ്. ഗോൾഡൻ ബൂട്ടാണ് സാധനം കിട്ടുന്നത്. എന്തായാലും വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ട്, ഒരു ഫൈനലിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് അതിൽ യാതൊരു വിരോധമില്ല. ആവശ്യത്തിലേറെ ഗോൾഡൻ ബൂട്ടുകളും ഗോൾഡൻ ബോളുകളും അവിടെ ഷോക്കേസിൽ കിടക്കുന്നുണ്ട്. അല്ല, ഞങ്ങൾക്ക് അത് വിശ്വാസമുണ്ട്. ഇവർക്ക് ആകെ ബ്രസീലുകാർക്ക് ആകെ പറയാനുള്ളത്, നിങ്ങൾക്ക് ഗോൾഡൻ ബൂട്ട് കിട്ടൂല, ഗോൾഡൻ ബോൾ കിട്ടൂല. ഇവിടെ നമ്മുടെ CR7 പറഞ്ഞത് എന്താ? ക്രിസ്ത്യാനോ പറഞ്ഞത്, മെസ്സിയേക്കാൾ ഇന്റർവ്യൂവിൽ പറഞ്ഞത്, എന്റെ അടുത്ത ആഗ്രഹം ഗോൾഡൻ ബൂട്ടാണ്, ഗോൾഡൻ ബോളാണ്. മെസ്സിനേക്കാൾ നല്ല പ്ലെയർ ആകുക എന്നുള്ളതാണ് ആഗ്രഹം. അപ്പൊ മെസ്സി എവിടെയാണ്? ലോകം ഉറ്റുനോക്കുന്ന ഒരേ ഒരു പ്ലെയർ, ഇന്ന് ഒരേ ഒരു രാജാവ്, അത് മെസ്സിയാണ്. ഇവിടെ സ്പെയിന്റെ ആരെങ്കിലും ഉണ്ടോ? സ്പെയിൻ ആരാധകർ ആരെങ്കിലും? ഇംഗ്ലണ്ടുകാരൻ ആര് ജയിക്കണം എന്ന് ആഗ്രഹം ഇന്ന്? നമുക്ക് അങ്ങനൊന്നുമില്ല. നമുക്ക് 3ാം സ്ഥാനം നേടിയിരിക്കണം, അതും മതി. ഇന്നത്തെ കളിയിൽ ആരെങ്കിലും ജയിക്കുന്നതാണ്, അതാണ് വേണ്ടത്. ഇത്രയുള്ള കളിയിൽ ആരായിരിക്കും കപ്പടിക്കാനുള്ള സാധ്യത? സാധ്യത ഞാൻ പറയില്ല.
പറഞ്ഞാലേ ഏതെങ്കിലും പറഞ്ഞാൽ ചാപ്പയടിക്കുന്ന എന്താണ് ഈ ഇംഗ്ലണ്ടാണ് ഇംഗ്ലണ്ട് സപ്പോർട്ട് അതൊരു മാതൃകയാക്കണം. പേരെന്താ? ബ്രസീലേറെ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്ന ആൾക്കാരല്ല. എന്താണ് എന്താണ് പേരെന്താ? പേരെന്താ? പേര് ഉവൈഫ്. അതൊരു മാതൃകയാക്കണം. ജയിച്ചെന്ന് പറഞ്ഞില്ല. ബ്രസീൽ ഇന്ന ടീം ജയിച്ചു ഞങ്ങൾ പറഞ്ഞില്ല. സാധനക്കാർ ആരും പറഞ്ഞില്ല. ഞങ്ങൾ ഒരു അർജന്റീനക്കാരെ കളിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ള അർത്ഥം പറഞ്ഞോളൂ. മനസ്സിലായില്ല? ഇംഗ്ലണ്ടുകാരെ നില 6 മറ്റൊരു 4 എടുത്തിട്ടുള്ളത്. അതിൽ തന്നെ കളി ഒത്തുകളി കളിച്ചു എന്ന് പറയാം. അപ്പൊ ബലി ഞാൻ ഗോൾഡൻ ബൂട്ടിന്റെ കാര്യം പിന്നെ വീണ്ടും ആവർത്തിക്കുന്നത് ഓല ഗോൾഡൻ ബൂട്ട് പ്രതീക്ഷിക്കാണ്ടിരുന്ന് മെസ്സി 3 ഗോൾ ഇടുന്ന ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. ഇവിടെ ഒരു മറുപടി ഉണ്ട്, എന്താ നോക്കാട്ടോ അനിൽ. പിന്നെ വേറെ സംശയം, ഇന്നലത്തെ കളിയിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും കളി നടക്കണം. അതിൽ ഹാഫ് ടൈം വരെ കുഴപ്പമില്ല, നല്ല കളി. പിന്നെ ഹാഫ് ടൈമിന് ശേഷം എംബാപ്പ 2 ഗോൾ ഇട്ടപ്പോൾ അർജന്റീനക്കാരറിഞ്ഞ് ഒത്തുകളിയാണ്. അതെന്താ സംഭവം? അതിപ്പോ അർജന്റീനക്കാരാണ് മറുപടി വരുന്നത്. നമുക്കിവിടെ കുറച്ച് കാരണവന്മാർ. നിങ്ങൾ എല്ലാവരും എല്ലാ കളിയും കാണുന്ന ആളുകളാണോ? ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാ കളിയും കാണില്ല, ആരാധകനല്ല, അത്രേ ഉള്ളൂ. ഫുട്ബോൾ കളി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.